Good afternoon. On the behalf of Malayalam Manorama Hathus, I would like to welcome each and every one of you to the session, Kadele Mannum Manusyanum. Sri Vijay James, Sri E. Santosh Kumar, Sri Ajay P. Mangata, Namaskaram, സെഷനിലേക്ക് സ്വാഗതം. ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് എന്നൊരു ചൊല്ലുണ്ട്. അതായത് മുന്തിയ ഇനം വീഞ്ഞിന് യാതൊരുവിധ അഡ്വർടൈസ്മെൻറ്റിൻ്റെയോ മാർക്കറ്റിങ്ങിൻ്റെയോ ആവശ്യമില്ല. പീപ്പിൾ ക്യാൻ സെൻസ് ഇറ്റ്സ് ക്വാളിറ്റി എന്നുള്ളതാണ്. വേദിയിലിരിക്കുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട ഈ 3 എഴുത്തുകാർക്കും ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുക്കുകയാണ്. കഥയിലെ മണ്ണും മനുഷ്യനും. ഈ വിഷയം ഒരേ സമയം ലളിതവുമാണ് സങ്കീർണവുമാണ്. ഇതെങ്ങനെയാണ് ലളിതമാകുന്നത്? മലയാള വായനക്കാരെ സംബന്ധിച്ചിടത്തോളം കഥയിലെ മണ്ണ് എന്നതൊരു പുതിയ ഉൾക്കാഴ്ച നൽകുന്ന ഒരു വിഷയം എന്ന് പറയാനില്ല. നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട എഴുത്തുകാരെയും അവർ നരേറ്റീവുകളിൽ സൃഷ്ടിച്ച മണ്ണുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് തകഴി, കുട്ടനാടാണ് ആ നരേറ്റീവിലെ മണ്ണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തകഴിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടനാടിനെക്കുറിച്ച് പറയാതെ നമുക്ക് സംസാരിക്കാനാവില്ല. എം ടിയിലോട്ട് വരുമ്പോൾ അത് നാട്ടിടമാണ്, നിളയുടെ തീരമാണ്. എം മുകുന്ദനിലോട്ട് വരുമ്പോൾ അത് മയ്യഴിയാണ്. വിജയനിലോട്ട് വരുമ്പോൾ അത് കസാക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഉൾക്കാഴ്ച എന്നില്ല, നമുക്കറിയുന്ന വിഷയമാണത്. അതേ സമയം ഉത്തരാധുനിക നരേറ്റീവുകളിൽ പ്രാദേശികത കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയോര കഥകൾ, കടൽ തീരവുമായി ബന്ധപ്പെട്ട കഥകൾ. അറ്റ് ദ സെയിം പോയിന്റ് പാരലൽ ആയിക്കൊണ്ട് തന്നെ നമുക്ക് പരിചിതമല്ലാത്തൊരു മണ്ണിനെയും മലയാള നോവൽ കഥ എംബ്രേസ് ചെയ്യുന്നുണ്ട്. ഒരു ട്രാൻസ്നാഷണൽ മണ്ണ്, ബോർഡറുകൾ കടന്നിട്ടുള്ള ഈ 2 മൂവ്മെൻറ്റിൻ്റെയും ജംഗ്ഷനിലാണ് ഒരു പക്ഷേ ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയം കേട്ട സമയത്ത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. കഥയിലെ മണ്ണ്, കഥയിലെ മനുഷ്യൻ, യഥാർത്ഥ മണ്ണ്, യഥാർത്ഥ മനുഷ്യൻ, എത്രയാണ് ആ ദൂരം? അതായത് കഥയിലെ മണ്ണിൽ നിന്ന് യഥാർത്ഥ മണ്ണിലേക്കുള്ള ദൂരം എത്ര? ഒരുപക്ഷെ ഒന്നും കൂടെ ഒരു പോയറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ തസ്രാക്കിൽ നിന്ന് ഗസാക്കിലേക്കുള്ള ദൂരം എത്ര? ശ്രീ വിജയ് ജെയിംസിൽ നിന്ന് തുടങ്ങാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പോട്ടത്തുരുത്താണ് ആ കൃതിയിലെ മണ്ണ്. നിരീശ്വരനിൽ ദേവതെരുവുണ്ട്, ആഭാസ തെരുവുണ്ട്. താങ്കളുടെ കൃതികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് വില്യം ഫോക്നർ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് യു മസ്റ്റ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എ പ്ലേസ് ലൈക്ക് മിസിസിപ്പി. ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ആദ്യം മിസിസിപ്പി പോലെ ഒരു ചെറിയ സ്ഥലത്തിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പോട്ടത്തുരുത്ത് ഒരു ചെറിയ മിസിസിപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ വിജയ് ജെയിംസ്, എങ്ങനെയാണ് ഒരു ദേശത്തെ മണ്ണിനെ, മനുഷ്യനെ ക്രാഫ്റ്റിൽ സൃഷ്ടിക്കുന്നത്? ഞാൻ ഈ പോട്ടത്തുരുത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്പം വികാരാധീനനായി പോകും. കാരണം ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ആ തുരുത്ത് കാണാം. എന്നെ എഴുത്തുകാരനാക്കിയ തുരുത്തത്, അവിടെ ആ പച്ചപ്പ് നിങ്ങൾ കാണുന്നില്ലേ? അവിടെ ഒരു തുരുത്തിൽ വളരെ യാദൃച്ഛികമായിട്ട് വന്നെത്തുവാൻ ഇടയായത് കൊണ്ട് മാത്രം എഴുത്തുകാരനായ വ്യക്തിയാണ് ഞാൻ. അതായത് എൻ്റെ മണ്ണ്, എന്നെ എഴുത്തുകാരനാക്കിയ മണ്ണിനെ ഇങ്ങനെ നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാദൃച്ഛികത, എന്തെല്ലാം പൊട്ടൻഷ്യൽ. വേറൊരു വേദിയിലാണ് ഇത് സാധിക്കില്ല, കൊച്ചിയിലല്ല വേറെ എവിടെയാണ് സാധിക്കില്ല. ഈ ഒരു ലൊക്കേഷനിൽ ഇരുന്ന് മാത്രം സാധിക്കത്തക്ക വിധത്തിൽ പ്രകൃതി ഇതെല്ലാം കൂടി ഇണക്കി വെച്ചത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പം ഞാൻ എൻജിനീയറിംഗിൽ പഠിക്കാം, ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പാട്രീസ്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിനായിട്ട് എന്നെ ക്ഷണിക്കുന്നു. ഞാൻ തലേന്ന് തന്നെ എത്തുന്നു. ഈ പൊട്ടത്തുരുത്തെന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് കാണാം, ഒരു നദിയുണ്ട്. അതായത് അഴിമുഖത്തേക്ക് വന്ന് ചേരുന്ന ആ നദി ഈ തുരുത്തിനെ നഗരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വേർതിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് ഈ മറൈൻ ഡ്രൈവിൽ ഉണ്ടായിരുന്ന അന്നത്തെ ആ ബഹുനില കെട്ടിടമൊക്കെ കാണാമായിരുന്നു. ഇത് ഒരു 37 വർഷങ്ങൾക്കൊക്കെ മുൻപ് സംഭവിക്കാമെന്ന് ഓർക്കണം. 25 വർഷമായി പുറപ്പാടിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ട്. പക്ഷേ അതിനും ഒരു 10-12 വർഷം മുൻപ്, ഞാനൊരു യുവാവായിരുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പം അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ഭൂമിക, സത്യം പറയുകയാണ്, ഈ ഭൂമിക എന്നെ ഒരു എഴുത്തുകാരനെ കാത്തിരിക്കുന്നത് പോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള മനുഷ്യർ, ആ പ്രകൃതി, സസ്യപ്രകൃതി, അതുപോലെ ജലക്കെട്ട്, ചെമ്മീൻകെട്ട്, ചീനവല, എനിക്കൊരിക്കലും പരിചയമല്ലാത്ത പാച്ചുവഞ്ചി തുടങ്ങി, അതായത് എന്നെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള, അതുപോലെ അവരുടെ വിശ്വാസങ്ങൾ, പലതരം വിശ്വാസധാരകൾ, അവരുടെ ജീവിത വീക്ഷണങ്ങൾ, നിഷ്കളങ്കത, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അവർ ആ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും, ഇതെല്ലാം കൂടെ ചേർന്ന് എന്നെ
എൻ്റെ ഉള്ളിലെ ഒരു മണ്ണിനെ ഉഴുതു മറിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ ആ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ജനനത്തിന് പിന്നിലെ കാര്യം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് മണ്ണിനെ എടുത്താലും അതിപ്പം അവിടെ സംഭവിച്ചു എന്ന് ഇരിക്കട്ടെ, അതുപോലെ ഒരു പുഴ, മണ്ണെന്ന് പറയുന്നത് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് മാത്രമായിട്ട് സാഹിത്യത്തെ നമ്മൾ കരുതണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അന്തരീക്ഷം മൊത്തം വായുവും ജലവും ഉൾപ്പെടെ പഞ്ചഭൂതങ്ങളിൽ എന്തൊക്കെയുണ്ട് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹിത്യകൃതിയിലെ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പുഴ, ഒരു പേരില്ലാ പുഴ എന്ന് ഞാനിതിന് പേര് കൊടുത്തത്. അപ്പോൾ ആ പുഴ ഒരു കാലപ്രതീകമായിട്ട് അന്ന് എന്നിലൂടെ ഒഴുകി അവിടുത്തെ മണ്ണ്, അവിടുത്തെ അംശങ്ങൾ, ജീവാംശങ്ങൾ എന്നിലേക്ക് പകർന്ന് അവിടെ നിന്നും ഒരുപാട് കഥാപാത്രങ്ങളെ കിട്ടി. അങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതൊരു മണ്ണിനും 2-3 തലങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ തലം ഭൗതികമായ തലം. നമ്മളൊരു മണ്ണിനെ അതിൻ്റെ നിറം കൊണ്ടോ അതിൻ്റെ സ്വഭാവം കൊണ്ടോ മണം കൊണ്ടോ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഭൗതികമായ ഒരു തലമാണ് ഏറ്റവും ആദ്യത്തെ തലമെന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത്, അപ്പോൾ ആ ഭൗതികമായ തലത്തിലായിരിക്കും എഴുത്തുകാരൻ സഞ്ചരിക്കുന്നതും ഒരുപക്ഷെ എഴുത്തുകാരൻ്റെ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതുമൊക്കെ. പക്ഷേ ഈ ഭൗതിക തലത്തിനപ്പുറം ഒരു മണ്ണ് എന്ന് പറയുന്നത് ഓർമ്മകളുടെ ഒരു സംഭരണശാലയാണ്. നമ്മൾ ഏത് പ്രദേശത്തെ എടുത്താലും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട അതിനു മുമ്പ് ജീവിച്ചു പോയ ഒരുപാട് തലമുറകളുടെ ഓർമ്മകൾ മുഴുവൻ ഒരു ഹാർഡ് ഡിസ്കിൽ സംഭരിച്ച് വെച്ചിരിക്കുന്നത് പോലെ. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എടുത്ത് അതിനകത്ത് സോഫ്റ്റ്വെയർ ഓൾറെഡി ഉണ്ട്. നമ്മൾ അതിലേക്ക് ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മളിലേക്ക് വരുന്നത് പോലെ ഈ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ ചരിത്രം, ഇവയൊക്കെയാണ് വാസ്തവത്തിൽ ഒരു എഴുത്തുകാരൻ തേടി ചെല്ലുന്നത്. ഭൗതികമായി കാണുന്ന മണ്ണിനപ്പുറത്തേക്ക് ഈ മണ്ണ് സംഭരിച്ച് വെച്ചിരിക്കുന്ന ചില സൂക്ഷ്മ വിത്തുകളെ ചെന്ന് തൊടുവാനുള്ള ഒരു അവസരം. ആ ഹൃദയവും തമ്മിലുള്ള, നമ്മൾ അറിയത്തില്ലേ, ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കൊരു അടുപ്പം തോന്നുന്നത് ഒരു സൂക്ഷ്മമായ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ മണ്ണും എഴുത്തുകാരനുമായിട്ട് നടക്കുന്ന ഒരു സൂക്ഷ്മമായ ബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കൃതികൾ ഉൽപ്പാദിപ്പിച്ച് വരുന്നത്. മണ്ണ് തന്നെയാണ് നമുക്ക് അതിനെ നൽകുന്നത്. അപ്പോൾ ആ ഒരു സൂക്ഷ്മമായ ബന്ധത്തെ എഴുത്തുകാരൻ എത്ര കണ്ട് സ്ഥാപിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ആ കൃതിയുടെ ആഴം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ പുറപ്പാടിൻ്റെ പുസ്തകം പൊട്ടത്തൂരിത്താണ് നൽകുന്നതെങ്കിൽ, പക്ഷേ ചിലപ്പം ദത്താവഹാരം എന്ന നോവല് കാടായിരിക്കും എനിക്ക് നൽകുന്നത്. കാട്ടിലൂടെയുള്ള സഞ്ചാരത്തിലാണ് ഈ ദത്താവഹാരത്തെ ഞാൻ കണ്ടെത്തുന്നത് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ മണ്ണ് അന്നേരം കാടായി മാറുകയാണ്, കാട് പ്രകൃതി ആയിട്ട് മാറുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥാപാത്രങ്ങൾ ഓരോന്നും അവർ മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണെങ്കിൽ, പണ്ട് ജീൻ പോൾ സാർത്തർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു അസ്തിത്വവാദിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല, അയാൾ എവിടെയാണോ ഉള്ളത് ആ പ്രദേശവുമായിട്ട് കൂടി വ്യാപിച്ച്, ആ പ്രദേശം എവിടെയാണ് ചവിട്ടി നിൽക്കുന്നത് അതുമായിട്ട് കൂടി ചേർന്നാണ് അയാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോ കഥാപാത്രവും, എഴുത്തുകാരൻ ഉൾപ്പെടെയുള്ള ഓരോ കഥാപാത്രങ്ങളും ശരിക്കും താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ അയാളുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് പ്രകൃതി എന്ന തിരിച്ചറിവിലെത്തുമ്പോഴാണ്. അതാണ് ദത്താവഹാരത്തിൽ സംഭവിക്കുന്നത്. ഫ്രെഡി റോബർട്ട് എന്നുള്ള കേന്ദ്ര കഥാപാത്രം താൻ പ്രകൃതി, തൻ്റെ തന്നെ തുടർച്ചയാണ് പ്രകൃതി എന്ന് തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് ആ കാടിനെ നമ്മൾ മാറ്റുമ്പോഴാണ് ദത്താവഹാരം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മണ്ണ് എന്ന് പറയുന്നത് ഭൗതികമല്ലാതെ, നമ്മളിപ്പം പുതിയ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഭൗതികമല്ലാത്ത ഒരു സാഹചര്യത്തെ മണ്ണാക്കി ഉപയോഗിച്ചുകൊണ്ട് ഒരു നോവൽ എഴുതാം. ഒരു ജ്ഞാനവ്യവസ്ഥ തന്നെ നമ്മുടെ മണ്ണായിട്ട് മാറാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് പൊതുവെ ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ ഈ മണ്ണിനെക്കുറിച്ച് എൻ്റെ ഒരു എന്നെ എഴുത്തുകാരനാക്കിയ മണ്ണിനെ നേരിൽ കാണുവാൻ പറ്റിയ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇത്രയും തുടർന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് തുടർന്ന് സംസാരിക്കാം. അതെ, ശ്രീ ഇ സന്തോഷ് കുമാർ, ഈ ഒരു ചോദ്യം ഒരുപക്ഷെ ഒരു എഴുത്തുകാരന് മാത്രമേ ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. അതായത് തസ്രാക്കിൽ നിന്ന് ഖസാക്കിലേക്കുള്ള ദൂരം. ഇപ്പോൾ യഥാർത്ഥ ഖസാക്കാണ് എന്നുള്ള പൂർണ്ണ കൺവിക്ഷനിലാണ് ഇപ്പോൾ ഒരു ലിറ്റററി പിൽഗ്രിമേജ് സ്പോട്ടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തസ്രാക്ക്. പക്ഷെ നമുക്കറിയാം തസ്രാക്ക് അല്ല ഖസാക്ക് എന്ന്. തബോമയുടെ അച്ഛൻ ഒരു ദേശത്തിൻ്റെ കൂടെ ആഖ്യാനമാണ്, മണ്ണിൽ നിന്ന് കുടിയേറുന്നവരുടെ കഥയാണ്. എത്രയാണ് ആ ദൂരം ആ ഒരു യഥാർത്ഥ മണ്ണും കഥയിലെ മണ്ണും അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനും? ഈ കഥാപാത്രങ്ങളുടെ രൂപീകരണം പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് ഈ ജോഗ്രഫി അല്ലെങ്കിൽ ഒരു ഭൂമിശാസ്ത്രം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്.
ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം പറഞ്ഞു. ഖസാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്കുള്ള യാത്രകൾ, പാലക്കാട്ടേക്ക് വല്ലപ്പോഴും പോകുന്നു, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള ചില ആളുകൾ, ഇത് ഇങ്ങനെയുള്ള. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു ജോഗ്രഫി ഉണ്ടാക്കുക എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. അത് ഒരുപക്ഷെ എൻ്റെ ഒരു തോന്നൽ എഴുത്തുകാർക്ക് തന്നെ പൂർണ്ണമായിട്ട് വ്യക്തമല്ല. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അന്ധകാരനഴി എന്നുള്ള നോവൽ ഞാൻ എഴുതുന്നു. അതിൽ പാതാളം എന്ന് പറഞ്ഞൊരു തുരുത്തിലേക്ക് ഒരു വിപ്ലവകാരി പോകുന്നതാണ്. അവിടെ എത്തുന്നത് വരെ ഒരു തോണിക്കാരൻ മാത്രമേ ആ ഒരു വിനിമയ സാധ്യതയുള്ളൂ. രാത്രി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂവലേക്ക് വരാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ പെട്ടുപോകും. പക്ഷെ അതേസമയം തന്നെ ഈ തുരുത്തിലേക്ക് മറ്റേ ലോറികൾ വരേണ്ടതുണ്ട്, ജീപ്പ് വരേണ്ടതുണ്ട്, തടികൾ തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ഇതൊരു പ്ലേസ് ചെയ്യാന്നുള്ള വലിയ പ്രശ്നം എപ്പോഴും ഉണ്ട്. അത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യം പറയും. ഏകാന്തയുടെ 100 വർഷങ്ങളിൽ മാക്കോന്തോ എന്ന് പറയുന്ന ഒരു അടഞ്ഞ പ്രദേശമാണ്, വളരെ ഏകാന്തമായിട്ടുള്ള പ്രദേശം. അത് അങ്ങനെ തന്നെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിൽ ഇവർ കടന്നു വന്നിട്ടുള്ള റിയോഹാച്ച എന്ന മറ്റു പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ളൊരു പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് വരികയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. പിന്നെ ഒരു സ്ഥലത്ത് ഇവർ ഈ വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്കുള്ളത്, പുരോഗമനമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇവർ കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിച്ചിട്ടൊരു എക്സ്പെഡീഷനൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും കാടുകൾ കാണുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ഒരു കപ്പലിൻ്റെ അവശിഷ്ടം കാണുന്നതായിട്ട് ഓർമ്മയുണ്ട്. സ്പാനിഷ് ഗാലിയൻ്റെ അവശിഷ്ടം കാണുന്നുണ്ട്. ഈ അവശിഷ്ടം ഇപ്പോൾ കടൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ്. പക്ഷെ കടലിനെ മൂടിക്കഴിഞ്ഞു വലിയ. അപ്പോൾ അതിന് ശേഷം ഈ ഏകാന്തര ദൂരദർശനിൽ പല കഥാപാത്രങ്ങളും പുറത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഇവിടേക്ക് ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുന്നത് തന്നെ വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ അടുക്കള മുമ്പിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരനാണ് വളരെ കൃത്യമായ രീതിയിലല്ല ഈ ജോഗ്രഫി ഉപയോഗിക്കുന്നത്. പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന അതിൽ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ കേരളത്തിന് വെളിയിൽ പോയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നോവലൊക്കെ എഴുതുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എൻ്റെ മനസ്സിൽ വരേണ്ട ഒരു നോവലല്ല അത്. അതിൽ ഒരു തുരുത്തെന്ന് പറയുന്നത് സുന്ദർബൻസാണ്. സുന്ദർബൻസ് ആയാലും അതിൽ നിന്ന് ഇങ്ങോട്ട് കൽക്കത്തയ്ക്ക് വരാനുള്ളൊരു വിനിമയം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. പലപ്പോഴും നമ്മൾ ചില സ്വാതന്ത്ര്യങ്ങൾ എടുക്കുന്നു. എല്ലാ കാര്യങ്ങളെ പറ്റി കൃത്യമായ അറിവുള്ള ഒരാളായിരിക്കില്ല എഴുത്തുകാരൻ തോന്നുന്നു. ഞാൻ ഒരു മരണക്കുറി എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. ഞാനൊരു 30 വർഷത്തിലേറെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അങ്ങനെ സാധാരണ ഇതിൽ ഇൻഷുറൻസിനെ പറ്റി എഴുതിയില്ല. പക്ഷെ ഞാൻ ജോലി ചെയ്ത ഒരു സെക്ടറിലല്ല അപ്പോഴും എഴുതുന്നത്, ലൈഫ് ഇൻഷുറൻസിനെ പറ്റി എഴുതുന്നത്. മരണക്കുറി എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ പറയുന്ന സ്ഥലം പൂതപ്പാറയാണ്. വേണമെങ്കിൽ എനിക്ക് എൻ്റെ ആദ്യത്തെ പല ഭാഗങ്ങളും എൻ്റെ നാടായിട്ട്, തൃശ്ശൂരുള്ള എൻ്റെ നാടായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടുത്താം. പക്ഷെ സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും ചില പരിമിതികൾ വരുന്നുണ്ട്. ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ അവിടെ വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് കയറിപ്പോകാവുന്ന അപ്പോൾ ഇപ്പോൾ ഒരു കഥാപാത്രത്തെ നമ്മൾ ചിത്രീകരിക്കുന്നു. ഒരു നോവലിലോ കഥയിലുള്ള ഒരു കഥാപാത്രം ഒറ്റ കഥാപാത്രം അല്ലാന്ന് എപ്പോഴും പറയും. പല ആളുകളിൽ നിന്നും അടരുകളിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറയുന്ന സംഭവം ഒറ്റ പ്രദേശമല്ല. ആ ലൊക്കേഷനിൽ പലതും കൂടിച്ചേർക്കുകയും ചിലതൊക്കെ എടുത്തു മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വളരെ കൃത്യമായ മാപ്പ് വെച്ചിട്ടോ നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ല. നമുക്കൊരാവശ്യം വരികയാണെങ്കിൽ ഒരു ഭാഗത്തൊരു വഴി നമ്മൾ തുറക്കും. അത് എഴുത്തിൻ്റെ ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ശ്രീ അജയ് പി മങ്ങാട്ട്. ഇപ്പോൾ കണ്ടംപററി മലയാള കഥകളിലേക്ക് വരാണെങ്കിൽ ഈ പറഞ്ഞ 2 സ്ട്രാറ്റജിയും, ഒരു ദേശത്തെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രത്യേക മണ്ണിനെ ക്രിയേറ്റ് ചെയ്യുക, അതല്ലാതെ ഒരു യൂണിവേഴ്സാലിറ്റി കൂടെയുണ്ട്. ഇപ്പോൾ സൂസന്നയുടെ ഗ്രന്ഥപുരയിലും ദേഹത്തിലും ഞാൻ കാണുന്ന റീഡിങ് അതാണ്. അതിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. ഇപ്പോൾ പാരീസിലുള്ള ഒരാൾക്കും സൂസന്നയുടെ ഗ്രന്ഥപുര വായിച്ചാൽ മനസ്സിലാവും. ഒരു പ്രത്യേക ഒരു മണ്ണിനെക്കുറിച്ച് എന്നതിലുപരി മനുഷ്യരുടെ അനുഭവത്തെക്കുറിച്ചും കൂടെയാണല്ലോ അത്. അതേസമയം സമകാലികരായിട്ടുള്ള എഴുത്തുകാർ ഒരു പ്രത്യേക പ്രദേശം സൃഷ്ടിക്കുന്ന രീതിയും കാണും. ഇപ്പം തച്ചനക്കര പോലെ അല്ലെങ്കിൽ അപ്പർ കുട്ടനാടിനെ ബേസ് ചെയ്ത് ആ രീതിയും കാണാം. എന്താണ് ഈ സ്ട്രാറ്റജിയുടെ ഒരു ക്രാഫ്റ്റിൻ്റെ പിന്നിലെ രഹസ്യം? എല്ലാവർക്കും നമസ്കാരം. ഈ എഴുത്തുകാരൻ അയാൾ എഴുതിയതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സത്യത്തിൽ ഫൂളിഷ്നെസ്സാണ്. കാരണം എഴുത്തുകാരൻ്റെ അവകാശവാദങ്ങൾ അല്ലായിരിക്കും വായനക്കാരനുണ്ടായിരിക്കുക. ഒരു വായനക്കാരൻ ആ കൃതിയെ വായനക്കാരുടെ കയ്യിലേക്ക് ഒരു കൃതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ്റെ അവകാശവാദത്തിന് അല്ലെങ്കിൽ എഴുത്തുകാരുടെ അവകാശവാദത്തിന് പ്രസക്തി ഇല്ലെന്നുള്ളതാണ്. അതെ അതെ, ഇത് എഴുത്തുകാരൻ ഇൻവിസിബിൾ ആവും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഈ പുസ്തകം വിറ്റ് കിട്ടുന്ന റോയൽറ്റിയൊക്കെ എഴുത്തുകാരന് കിട്ടും, അത് കിട്ടും. ബാക്കി പുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തിന് പേരിലുള്ള അവകാശവാദമൊന്നുമില്ല. ഞാൻ
സൂസന്നയുടെ ഗ്രന്ഥപുര എന്നുള്ള നോവല് എഴുതാനുള്ള ഒരു കാരണം, ഇത് നമ്മൾ എഴുത്തുകാരനായിട്ടിരിക്കുമ്പോഴും നമ്മൾ മറ്റ് ജേർണലിസം ചെയ്യുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, ബുക്ക് റിവ്യൂസ് എഴുതുന്നു. അതിനിടയിൽ നമുക്കിതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് സൂസന്നയുടെ ഗ്രന്ഥപുര എഴുതുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ സൂസന്നയുടെ ഗ്രന്ഥപുരയിലായാലും മൂന്ന് കല്ലുകളിലായാലും ദേഹത്തിലാണെങ്കിലും അതിനകത്തൊരു ടോപ്പോഗ്രാഫി ഉണ്ട്. ശരിക്കും ഒരു ഭൂപ്രദേശം എന്നുള്ളത് അത് മൂന്നിലൊന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജനിച്ച ഒരു സ്ഥലത്തോട് നമ്മളുള്ള ഒരു എഴുത്തുകാരനുള്ള അടുപ്പം ഓരോ എഴുത്തുകാർക്കും വെവ്വേറെ ആയിരിക്കും. ഞാൻ 15ാമത്തെ വയസ്സിൽ ഞാൻ ജനിച്ച സ്ഥലത്ത് നിന്ന് പോകുന്ന ഒരാളാണ്. അതിനുശേഷം ഞാൻ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോയിട്ടില്ല. മീൻസ് ഒരു ഗസ്റ്റായിട്ടല്ലാതെ അവിടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ താമസിച്ചു. കൊച്ചിയിൽ കുറേ വർഷങ്ങൾ താമസിച്ചു. അത് കഴിഞ്ഞ് കോഴിക്കോട് പോയി കുറേ വർഷങ്ങൾ താമസിച്ചു. മറ്റ് പല സ്ഥലങ്ങളിലും ഞാൻ താമസിക്കുന്നു. ഞാനിപ്പോൾ അതല്ലാതെ വേറൊരു സ്ഥലത്ത് കോട്ടയത്ത് താമസിക്കുന്നു. ഈ സ്ഥലങ്ങളെല്ലാം എനിക്കെന്നെ സംബന്ധിച്ചുള്ള ഒരു ജന്മദേശം എന്നുള്ളൊരു സങ്കല്പമില്ല. വാസ്തവത്തിൽ ഞാൻ എവിടെ ചെല്ലുന്നോ അതാണ് എൻ്റെ ഒരു സന്തോഷവും നമ്മുടെ അതോട് ആ സ്ഥലവുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കഥാപാത്രത്തെ മനസ്സിൽ കണ്ടിട്ട്, ഞാനൊരു കഥാപാത്രത്തിൽ നിന്നാണ് ശരിക്കും എന്നെ നോവൽ തുടങ്ങുന്നത്. എൻ്റെ എല്ലാ വർക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണം നമ്മളെ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണമെന്ന് വരുമ്പോൾ ആണ് ശരിക്കും നമ്മൾ വിട്ടുപോകുന്ന സ്ഥലം നമുക്ക് വളരെ അടുത്തതായിട്ട് തോന്നും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കൊച്ചിയിരുന്ന് എഴുതുകയാണെങ്കിൽ കൊച്ചിയേക്കാൾ അടുപ്പം ഞാൻ ജനിച്ച എൻ്റെ നാട് വെള്ളത്തൂൽ എന്ന് പറഞ്ഞ സ്ഥലം, ഇടുക്കിയിലെ ആ ഭൂപ്രദേശം, അതിൻ്റെ ഒരു മൗണ്ടനസ് ആയിട്ടുള്ള ടെറൈൻ, അതിൻ്റെ ഒരു ടോപ്പോഗ്രാഫി വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് തോന്നും. ആക്ച്വലി എനിക്ക് അങ്ങനെ അടുപ്പമൊന്നുമില്ല. നമ്മളവിടെ പോയ ഒരു ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേഗം സിറ്റിയിലേക്ക് തിരിച്ചു പോരാനുള്ള ഒരു വ്യഗ്രതയാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം 2 ദിവസം മാക്സിമം നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ശ്വാസം മുട്ടലാവും. പട്ടണത്തിലേക്ക് വരണമെന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ ഒരു നാഗരികമായിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റാണ് എനിക്കുള്ളത് ശരിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ ഭാവനയിൽ വരുമ്പോൾ, നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ കഥാപാത്രത്തെ പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റത് വളരെ അടുത്തായിട്ട് തോന്നുകയും അതിനെ നമ്മളൊരു ഇമാജിനറി ലാൻഡ്സ്കേപ്പാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സൂസന്നയുടെ ഗ്രന്ഥപുര ഇറങ്ങിയപ്പോൾ ഉണ്ടായ വളരെ രസകരമായിട്ടുള്ള പല അനുഭവങ്ങളുണ്ട്. അതിലൊരു വളരെ രസകരമായൊരു കാര്യം, ഒരു വായനക്കാരൻ മറയൂരിൽ കോവിൽക്കടവിൽ ചെന്ന് നിന്നിട്ട് എന്നെ ഫോൺ വിളിക്കുകയാണ്. അതായത് ഈ സൂസന്നയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഏതാണ്. അതായത് ഞാൻ ഈ സ്ഥലം കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മറയൂരിൽ ബസ് ഇറങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് വഴിയൊക്കെ കൃത്യമായി വിവരിച്ച് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ അയാളോട് പറയാം, അത് ഞാൻ എൻ്റെ ഒരു ഇമാജിനറി, അത് മറയൂർ എനിക്കറിയാം, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ധാരാളം സ്പോട്ടുകളുണ്ട്. ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ മെമ്മറി മെമ്മറിയിൽ നിന്നാണ് ഞാനൊരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഭാവന സ്ഥലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വഴി എന്നുള്ള എൻ്റെ ഭാവനയെ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടുത്തെ ആ കോവിലിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു വഴിയൊന്നുമില്ല. കോവിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഞാനത് മാരിയമ്മൻ കോവിൽ നിന്നാണ് എഴുതിയത്. പക്ഷേ ശരിക്കും മാരിയമ്മൻ കോവിലല്ല, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണത്. അവിടെ ചെന്നയാൾ ആദ്യം എന്നെ കറക്റ്റ് ചെയ്തു, താങ്കൾ ഇത് പറഞ്ഞ ആ കോവിൽ ഇവിടെ ഇല്ലല്ലോ, ഇത് ഇങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണല്ലോ. അതെ, അപ്പോൾ അത് എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാനിങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്. പക്ഷേ ഞാൻ എഴുത്തുകാരൻ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും വായനക്കാരൻ അവിടെ റൈറ്റ്, ആ പുസ്തകത്തിന് മേലുള്ള അവകാശം വായനക്കാരനാണ്. എഴുത്തുകാരൻ എന്ത് പറയുന്നു എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഖസാക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതിനകത്തുള്ളൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഖസാക്കിനോട് അത് ഹസ്രാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ മലയാളിയുടെ ഒരു സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് വായനയുടെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ എല്ലാത്തിനും ഒരു റൂട്ട് അന്വേഷിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സൂസന്ന എന്ന് പറഞ്ഞ കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ സൂസന്ന യഥാർത്ഥത്തിൽ ആരാന്ന് എല്ലാവരും ചോദിക്കും. ശരിക്കും ഒരു വ്യക്തി ഉണ്ടോ അങ്ങനെ എന്ന് ചോദിക്കും. അതുപോലെയാണ് നമ്മളപ്പോൾ അവിടെ മൊല്ലാക്കയുടെ കാര്യം പറയുമ്പോൾ മൊല്ലാക്ക ശരിക്കും ഉണ്ടായിരുന്നു എന്ന് വരണം. അവിടെയുള്ള ഓരോന്നിനും നമുക്ക് തെളിവ് വേണം. നമ്മൾ ഈ റിയലിസത്തോടുള്ള നമ്മുടെ ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പം കാരണം നമ്മൾ അതിൻ്റെ റൂട്ട് അന്വേഷിച്ച് അതിനൊരു ബേസ് കണ്ടുപിടിച്ച് അവിടെ പോയി നമ്മൾ അർച്ചന ചെയ്തിട്ട് നമ്മൾ അടങ്ങുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ തസ്രാക്കിലേക്ക് ഇത്രയും തീർത്ഥാടനം ഉണ്ട്. പുസ്തകം വായിക്കാൻ മെനക്കിടുന്ന ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല വാസ്തവത്തിൽ. അതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് ശരിക്കും ഒരു മെൻ്റൽ ലാൻഡ്സ്കേപ്പാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് നമുക്ക് എന്തും കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ കോഴിക്കോട് കുറേ വർഷങ്ങൾ ജീവിച്ചുകൊണ്ട് കോഴിക്കോട് പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ നോവലിലൊരു കഥ തുടങ്ങുന്നത്. അത് എഴുതി കുറച്ചങ്ങ് ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു റിയൽ ആയിട്ടുള്ളൊരു പ്രശ്നം, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. കാരണം കോഴിക്കോട് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്, കോഴിക്കോട് എനിക്കറിയാം. പക്ഷേ എനിക്കതല്ല വേണ്ടത്. അതുകൊണ്ടാണ് അതിനകത്തെ ഒരു കഥാപാത്രം കുറച്ച് കഴിയുമ്പോൾ ഒരു മലമുകളിലേക്ക്, ഒരു മൗണ്ടൻസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാവരും നമ്മൾ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു പ്ലഷർ തരുന്നു എന്നുള്ളതാണ്. അത് ഈ നേരത്തെ സന്തോഷം പറഞ്ഞാൽ ഇത് പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലല്ല.
പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 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 പ്രതീതിയാണ് ശരിക്കും. ചുരുക്കി പറഞ്ഞാൽ കഥയിലെ മണ്ണ് എന്ന് പറയുന്നത് ഭാവനാദേശമാണെന്ന് പറയാം. ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അതായത് ചില കഥകൾ പറയാനായിട്ട് നമുക്ക് ചില മണ്ണ് വേണം. ഉദാഹരണത്തിന് ചെമ്മീൻ്റെ കഥ പറയാൻ നമുക്ക് കടൽ തീരം വേണം, അല്ലെങ്കിൽ കടൽ വേണം. അതില്ലാതെ ആ കഥ പറയാൻ പറ്റില്ല. വദറിംഗ് ഹൈറ്റ്സിൻ്റെ കഥ പറയാൻ ഒരുപക്ഷെ യുവാക്കൾക്കിടയിൽ ഏറ്റവും ചർച്ചയായിരിക്കുന്ന ഒരു കൃതി കൂടെയാണ് വദറിംഗ് ഹൈറ്റ്സ്. സിനിമ റിലീസ് ആവുകയാണല്ലോ. മൂർസ്, ആ മാർഷി ലാൻഡ് ഇല്ലാതെ നമുക്ക് വദറിംഗ് ഹൈറ്റ്സ് ചിന്തിക്കാൻ പോലും പറ്റില്ല. താങ്കളുടെ ആ ഒരു വായനയുടെ ഒരു ബിബ്ലിയോഗ്രഫി എടുക്കുകയാണെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഭാവനാദേശങ്ങളെക്കുറിച്ച്? അതിവിടെ സംസാരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. അതിനകത്ത് ഈ സൂസന്ന എന്ന് അതിനകത്ത് ബുക്സ് ആണല്ലോ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷേ സൂസന്ന എന്നുള്ള ആളൊരു കോളേജ് അധ്യാപികയോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ ഒന്നുമല്ല. അവരൊരു കർഷക സ്ത്രീയാണ്. അവർ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി നമ്മൾ അക്കാദമിക്കായിട്ട് പറഞ്ഞാൽ അവരൊരു ബൊട്ടാണിസ്റ്റാണെന്ന് കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവരുടെ അടുത്ത് കുറച്ച് പുസ്തകങ്ങളുണ്ട്, അത് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അതിന്ന് തന്നെ അതൊരു വളരെ നമ്മുടെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിലൊരു ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പണിയെടുത്ത് കൃഷിപ്പണിയെടുത്ത് അവരുടെ കൊച്ചിനെ നോക്കി ജീവിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ അവർ എഴുന്നേൽക്കുന്നു, കൃഷി സ്ഥലത്തേക്ക് പോകുന്നു, കൃഷി ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കൊച്ചിനെ നോക്കുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് അതിനകത്തൊരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വരണമെങ്കിൽ അതിനകത്ത് ബുക്സ് വരണം. ബുക്സ് വരുമ്പോൾ ഒരു രീതിയിലും ചേരാത്തൊരു സംഗതിയാണ്. അതായത് ഒരു നാട്ടിൻപുറത്തെ ഒരു വീടിനകത്ത് ഇത്രയും പുസ്തകങ്ങൾ അവർ വായിക്കാൻ വെച്ചിരിക്കുക. അവർ പഴയ വായനക്കാരിയായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വായന കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് പോലും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് ആ പുസ്തകത്തിൻ്റെ അവസാനം വരുന്നത് എന്നുള്ളത്. ആ ബുക്ക് കിട്ടുമ്പോൾ അവരത് ബുക്ക് അവരെ യൂസ്ലെസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ബുക്കിൻ്റെ മെമ്മറി യൂസ്ഫുൾ ആണ്. അത് തന്നെയാണ് ലാൻഡ്സ്കേപ്പിൻ്റെ പ്രശ്നം. ലാൻഡ്സ്കേപ്പും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജനിച്ചു വരുന്ന സ്ഥലം വളരെ യൂസ്ഫുള്ളാണ്. അത് നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആവും എന്നുള്ളതാണ്. അതിൻ്റെ മെമ്മറി എന്നാണ് നമ്മൾ എഴുതുന്നത്. ആ മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വലിയൊരളവോളം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ പുഴ, ഇപ്പോൾ സുസ്മേഷിനൊക്കെ അറിയാവുന്ന മറ്റേ മുതിരപ്പുഴയാറിൽ കുളിക്കാൻ പോയിരുന്നൊരു സ്ഥലമുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ. അതിപ്പോൾ ഇല്ല അവിടെ. അവിടെ താഴെ ഒരു അണ വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് നികന്നു പോയി. പക്ഷേ നോവലിലുണ്ട് അത്. ഇപ്പം നോവലിൽ നിന്ന് അത് നിങ്ങൾക്ക് കളയാൻ കഴിയില്ല. നിങ്ങൾക്ക് ശരിക്കുള്ള പുഴയുടെ ഗതി മാറ്റാം, പുഴ മാറ്റി തിരിച്ചുവിടാം, പുഴ തന്നെ ഇല്ലാതാക്കാം. പക്ഷേ ഒരു പ്രദേശം വന്നാൽ പ്രദേശം അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ടാണ് മിസിസിപ്പിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത്. 19ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുള്ള അവിടുത്തെ ഒരു എൻവയറമെൻറ്റ് ഇപ്പോഴും ആ പുസ്തകത്തിൽ നിലനിൽക്കുന്നത് അങ്ങനെയാണ്. അത് ഡേറ്റഡായി പറഞ്ഞ കാര്യം, പക്ഷേ ലിറ്ററേച്ചർ തുടരുന്നു എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഡേറ്റഡായി. അപ്പോൾ തകഴിയുടെ കാര്യത്തിലും അതെ, തകഴി പറഞ്ഞ കാര്യങ്ങൾ പലതും ഡേറ്റഡായി, പക്ഷേ സാഹിത്യം എന്നുള്ള രീതിയിൽ ആ കൃതി തുടരുന്നു എന്നുള്ളതാണ്. സാഹിത്യത്തിലെ നദികൾ പറ്റുന്നില്ല. അതെ അതെ. താങ്ക് യു സോ മച്ച്. ശ്രീ VJ ജെയിംസ്, ചില നിരൂപകർ അല്ലെങ്കിൽ ചില വായനക്കാർ പറയും കഥയിലെ ഒരു മൂല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥയെ ജീവനോടെ നിർത്തുന്ന ഒരു സംഭവം അനുഭവങ്ങളാണെന്ന് പറയും. ചിലർ പറയും ഭാഷയാണ്. ഇപ്പം അനുഭവങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് കഥകൾ എഴുതാൻ സമരസേനാനികൾ വേണ്ടി വന്നേനെ. ഇപ്പം ഭാഷയാണ് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭാഷാ പണ്ഡിതരായനല്ലേ കഥകൾ എഴുതുന്നത്. ശരിക്കും എന്താണ് അനുഭവവും ഭാഷയും ഉരുക്കിച്ചേർത്ത് ഒരു എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന സർഗാത്മകതയുടെ രഹസ്യം? നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യത്തോട് കൂട്ടിച്ചേർത്താൽ മതി. ഭാവന, ഒരു ദേശം നമ്മൾ ഭാവനയിൽ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പോട്ടത്തുരുത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. പക്ഷേ ആ പോട്ടത്തുരുത്തിൽ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജനാലയ്ക്ക് അപ്പുറത്തുണ്ടായിരുന്ന ഒരു നെല്ലിമരവും ആ നെല്ലിമരത്തിൽ സ്ഥിരം വരുമായിരുന്ന ഒരു ഓന്തിനെയും ഞാൻ പോട്ടത്തുരുത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ചമ്പക്കുളത്ത് അവിടെ ഞാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു കുളമുണ്ട്. കുളത്തിലെ വെള്ളം ഇടയ്ക്ക് കേടാകുമ്പോൾ ആൾക്കാർ പറയും ഈനാമ്പിച്ച് കുളിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഈനാമ്പിച്ച് പേടിപ്പിച്ച് ഓടിക്കണമെങ്കിൽ പുരുഷൻ നഗ്നനായിട്ട് കുളത്തിന് ചുറ്റും ഓടണമെന്നുള്ള അതൊരു അന്ധവിശ്വാസം എന്തെങ്കിലുമല്ല. പക്ഷേ ഈ സ്ഥാനത്ത് ഞാൻ പോട്ടത്തുരുത്തി കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഭാവന കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഭൂപടമുണ്ട്. ഉദാഹരണത്തിന് നിരീശ്വരനെടുത്താൽ, നിരീശ്വരനിലെ അങ്ങനെ ഒരു പ്രദേശം ഒരിടത്തും ഇല്ല. ശരിക്കും നിരീശ്വരൻ്റെ ആ ദർശനമാണ് ആദ്യം എന്നിൽ വരുന്നത്. ഈ ദർശനത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ സ്ഥാപിച്ചുണ്ടാക്കിയ ഒരു പ്രതലമാണ് ആ നിരീശ്വരന് കാണുന്ന ആ ഭൂമിക, ആത്മാവെന്നുള്ള മരവും എല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ചോദിച്ചു വന്നതിന്, അതായത് എങ്ങനെയാണ് എന്നുള്ളത്, നമുക്ക് ഒരു മനുഷ്യൻ എന്താണ് അതുപോലെ തന്നെയാണ് ഒരു കൃതിയും. മനുഷ്യന് ശരീരമുണ്ട്, ഉടലുണ്ട്, അതുപോലെ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അതിനപ്പുറത്ത് ഒരു സത്തയുണ്ട്. അതിനെ ആത്മാവെന്നോ ജീവനെന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കും. ഇന്ന് പറഞ്ഞതുപോലെ ഒരു കൃതിക്കുമുണ്ട് ഉടൽ. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ മാത്രം നോക്കിയിട്ട്, ഇപ്പം ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു വശമായിരിക്കാം, കഥ എന്ന് പറയുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു വശമായിരിക്കാം, പിന്നെ അതിൻ്റെ അകത്ത് ഇമോഷൻസ് ഉണ്ട്, വികാരങ്ങളുണ്ട്.
അപ്പം മനുഷ്യനെ എന്നെ ബാധിക്കുന്ന വികാരങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹൃദയമാണ് വികാരത്തിൻ്റെ സ്ഥാനം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വികാരങ്ങൾ ചിലർ പുസ്തകം വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ ആയിരിക്കും അത് ബാധിക്കുന്നത്. പക്ഷേ ഒരു കൃതി നമ്മൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ബുദ്ധിയും കൂടി, ക്രാഫ്റ്റ് എപ്പോഴും ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. ഈ ക്രാഫ്റ്റിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ബുദ്ധിയും ഹൃദയവും ചേർന്ന ഒരു അനുപാതമായിരിക്കും ഒരു എഴുത്തുകാരൻ ഒരു നല്ല സൃഷ്ടിക്ക് സാധാരണഗതിയിൽ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അത് പലതരത്തിലുള്ള വെട്ടിത്തിരുത്തലുകൾ കൊണ്ട്, എഡിറ്റിങ്ങുകൾ കൊണ്ടും ഒക്കെ സംഭവിക്കുന്നതാണ്. അതില്ലാതെ പെട്ടെന്ന് നമ്മളങ്ങോട്ട് ചെന്നു എഴുതി ഒന്നും കാണത്തില്ല. ആദ്യത്തെ ഡ്രാഫ്റ്റ് വേറൊരാൾക്ക് വായിക്കാൻ കൊടുക്കാൻ കൂടി കൊള്ളത്തില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഹൃദയവും ബുദ്ധിയും ചേർന്ന് പ്രവർത്തിച്ച് നമ്മൾ തന്നെ സ്വയം ബോധ്യപ്പെടും. നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, ഒരു വായനക്കാരൻ, എൻ്റെ ഉള്ളിലുണ്ട് ഒരു വായനക്കാരൻ. ആ വായനക്കാരൻ്റെ സംസ്കാരം എന്താണ്, അതിനനുസരിച്ചിരിക്കും എന്നിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കൃതിയുടെ സംസ്കാരവും. അപ്പോൾ ആ വായനക്കാരൻ അതിനെ വീണ്ടും വിലയിരുത്തുന്നു, വെട്ടിത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്നു. ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ചിലരെ നമുക്ക് ഈ ഞാൻ ചിലപ്പം ചെയ്യുന്നത് വ്യത്യസ്ത വീക്ഷണകോണിൽ കൂടി കൃതികളെ കാണുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഒരാൾ പറയുന്ന അഭിപ്രായമായിരിക്കില്ല മറ്റേ ആൾക്കുള്ള അഭിപ്രായം. ഇങ്ങനെ 2-3 സുഹൃത്തുക്കൾ വായിക്കുമ്പോൾ ഇവരുടേതായ ഒരു പൾസ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും അത് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അത് എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു കൃതിയെ ആകെ മൊത്തം നമ്മൾ പുറത്തേക്ക് ഇറക്കുവാനായിട്ട് നമുക്ക് തൃപ്തമാകാവുന്ന ഒരു നിലയിൽ വരെ നമ്മൾ അതിന്മേൽ അടയിരിക്കും. അതുതന്നെയാണ് ഈ ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും, അതിനും അപ്പുറം ഒരു ആത്മസത്തയും കൂടിയുണ്ട്, ഒരു ഫിലോസഫി ഉണ്ട്. ഇപ്പം ഞാൻ എഴുതുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിയുടെ ഒരു അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ കിടക്കണമെന്നുള്ളൊരു ആഗ്രഹം, അത് പ്രത്യക്ഷമായിരിക്കണമെന്നില്ല എപ്പോഴും. അപ്പം ഇങ്ങനെ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് പോലെ ഒരു കൃതി ഉണ്ടാകണമെന്നാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സർ. ശ്രീ സന്തോഷ് കുമാർ, ഇതേ ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ താങ്കൾ നേരത്തെ അനുഭവത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരുപക്ഷെ പുറത്ത് പോയിട്ടുള്ളത് കൊണ്ടാണ് ദാറുൽ ഹിജ്റത്ത് പോലെ ഒരു സ്കേപ്പ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ചില എഴുത്തുകാരെങ്കിലും, ഇപ്പോൾ ജൂലിയസ് ബോൺ പോലെ യാത്ര ചെയ്യാതെ യാത്രയെക്കുറിച്ച്, അധികം യാത്ര ചെയ്യാതെ യാത്രയെക്കുറിച്ച് എഴുതുന്നവരുണ്ട്. ഇപ്പോൾ എമിലി ബ്രോണ്ടി നേരത്തെ, അവരധികം എവിടെയും പുറത്തു പോകാത്ത ഒരാളായിരുന്നു, എന്നിട്ട് അവരൊരു ലാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നിർബന്ധമാണോ നമ്മളൊരു ദേശത്തെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്? അനുഭവം എന്നുള്ളത് നമ്മുടെ ഒരു വേറെ രീതിയിലൊരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. അനുഭവമാണോ എഴുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവമല്ല, അനുഭവം ഉണ്ട് എന്ന് പറയുള്ളൂ. അനുഭവം അതിൻ്റെ ഒരു ഒരു ആൽഫബറ്റൊക്കെ പോലെയുള്ളൂ. നമ്മളിപ്പോൾ ഒരു കഥാപാത്രത്തിൽ സങ്കടം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ രോഷം കൊണ്ടുവരുന്നു, അസൂയ കൊണ്ടുവരുന്നു. ഇതൊന്നും നമ്മൾ ആ കഥാപാത്രത്തിൽ അതിൻ്റെ പ്രത്യേക രീതിയിൽ അനുഭവിച്ചതാവണമെന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം കടന്നു പോയിട്ടുള്ള പല പല കാര്യങ്ങളെയും നമ്മളൊരു വേറെ രീതിയിലുള്ള അക്ഷരമാല പോലെ സ്വീകരിക്കുകയും അത് നമ്മൾ ആ കഥാപാത്രങ്ങളിലേക്ക് ആരോപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇപ്പം ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയും, ഇപ്പം ഈ കഴിഞ്ഞ 1-2 ലക്കം മുമ്പ് ദേശാഭിമാനി വാരികയിൽ അരുന്ധതി റോയുടെ പുസ്തകത്തെ പറ്റി ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ മുസഫർ അഹമ്മദാണ് ദീർഘമായിട്ട് ലേഖനം എഴുതിയിട്ടുള്ളത്. മദർ മേരി കംസ് ടു മീ എന്നുള്ള അതിൻ്റെ അയ്മനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാവുന്നതാണ്. അയ്മനം എന്ന് പറയുമ്പോൾ അരുന്ധതി ജീവിച്ച ഒരു അയ്മനാണോ ആ നോവലിൽ ചിത്രീകരിക്കപ്പെട്ടത്? ഇപ്പോൾ ഈ പുതിയ പുസ്തകമാകുമ്പോൾ അവരുടെ ഒരു ആത്മകഥ പോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വേണം നമുക്ക് ആലോചിക്കാനായിട്ട്. പക്ഷെ അവിടെയും വളരെ എന്താ പറയുക, വളരെ ഭാവനയുടെ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ മീനുകളോട് വന്ന് വർത്താനം പറയുന്നു, മീനുകളോട് യാത്ര പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്ന തരത്തിലുള്ള വേറെ രീതിയിൽ. പക്ഷെ അവിടേക്കും ഈ അയ്മനം എന്നുള്ള പ്രദേശത്തോടുള്ള ഒരു ഗൃഹാതുരത്തെ അവർ സൂക്ഷിക്കുന്നു. ഇപ്പോൾ അജയ് പറഞ്ഞ പോലെ തന്നെ വെള്ളത്തൂല് പോലെയുള്ള ഇടുക്കിയുടെ പ്രദേശങ്ങളോട് നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഏതാണ്ട് അജയുടെ പ്രായത്തിൽ അവർ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. 15 വയസ്സ് 16 വയസ്സിൽ അവർ വിട്ടുപോയിട്ട്. പക്ഷെ അതിൽ ആ ദേശാഭിമാനിയുടെ വീക്കിലിയിൽ ഒരു പ്രധാനപ്പെട്ട ലേഖനം ഞാൻ വായിച്ചു. കവി രേണുകുമാർ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇതിൻ്റെ അടുത്തുള്ള താമസക്കാരൻ, അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഒരു ഗൃഹാതുരത്വം ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം വേറെയാണ്. രേണുകുമാർ പറയുന്നത് വലിയ മറ്റെന്താ പറയുക, അപകർഷതാബോധത്തിൻ്റെയൊക്കെ ഒരു കാലം അദ്ദേഹത്തിന് ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഉൾവലിഞ്ഞൊരു പ്രകൃതം, അവരുടേതായിട്ടുള്ളൊരു ദളിത് സ്വത്വം, ഇതൊക്കെ വെച്ചിട്ട് അത് തന്നെയല്ല ഈ അയ്മനത്തിൻ്റെ സ്ഥലത്ത് ഒരു കാലത്ത് 6 ദിവസം പ്രാർത്ഥന, 6 ദിവസം അടിമക്കച്ചവടവും 7ാമത്തെ ദിവസം പ്രാർത്ഥന ആയിട്ടുള്ള സിറിയൻ പള്ളികളുണ്ടായിരുന്നു എന്നുള്ള വിനിൽ പോളിൻ്റെയൊക്കെ ചരിത്ര പുസ്തകം നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ
ഈ ഗൃഹാതുരത്വം നമ്മളെല്ലാവരും നമ്മുടെ നാടിനോട് ഉള്ളതോ അല്ലെങ്കിൽ ഭാവനയിൽ കാണുന്നതായിട്ടുള്ള ഒരു ഗൃഹാതുരത്വം അനുഭവിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം, രാഷ്ട്രീയം തന്നെ പറയാം, അതുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഒക്കെ ഒരു കാലാവസ്ഥയിൽ നോക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമ്മൾ പലരെയും പല മതന്യൂനപക്ഷങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. അവർ ദേശത്തോട് വലിയൊരു ഇഷ്ടം കാണിക്കണമെന്നോ അങ്ങനെ അതിനോടുള്ളൊരു ദേശാഭിമാനം കാണിക്കണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം കൊണ്ട്. അപ്പോൾ ഈ ദേശം എന്ന് പറയുന്ന സംഗതി എന്നുള്ളത് നമ്മൾ ഭാവനയിൽ കാണുമ്പോഴും അത് നമ്മുടെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കണം, നമ്മുടെ അനുഭവത്തെ കൂടി കണക്കാക്കിയിട്ട് വേണം കണക്കാക്കണം. ഒരു വ്യക്തി എല്ലാവർക്കും ഒരേപോലെയുള്ള ബോധമോ നൊസ്റ്റാൾജിയോ ഉണ്ടാവണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വിഷയം. അപ്പോൾ അതാണ് ഇനി അടുത്ത് വരുമ്പോൾ ഞാൻ അതിനെ കൂട്ടി വിശദീകരിക്കാൻ തോന്നുന്നു. താങ്ക് യു. അജയ് സാർ, ഇതേ കാര്യം തന്നെ, അനുഭവവും ഭാഷയും എങ്ങനെയാണത് സിന്തസിസ് ഒരു കൃതിയിൽ? ഈ അനുഭവ തലം ഇപ്പോൾ സന്തോഷ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ദളിതായിട്ടുള്ള ഒരാൾ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള കഥ വായിക്കുന്നത്, തകഴിയുടെ കഥ വായിക്കുന്നത് വലിയ രസത്തോടെ ആയിരിക്കില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. നമുക്കറിയാവുന്ന സാഹിത്യ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അതൊരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു എഴുത്തുകാരൻ്റെ അനുഭവ തലം എന്നുള്ളത് അയാളുടെ ഭാഷ തന്നെയാണ്. അയാൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് അയാളുടെ അനുഭവ തലം എന്നുള്ളത്. അതാണ് ഈ ഭാഷയാണ്. എനിക്കും സന്തോഷിനും ഒരേ അനുഭവം ഉണ്ടാകുകയും ഞങ്ങൾ രണ്ടുപേരും അതേക്കുറിച്ച് എഴുതുകയും ചെയ്യുമ്പോൾ അതിലെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം അല്ല രണ്ടുപേരുടെയും കൃതികളിൽ വായിക്കുന്നത്. അനുഭവം ഒന്ന് തന്നെ, പക്ഷേ അതിൻ്റെ രണ്ടുപേരുടെയും ഭാഷാതലം അല്ലെങ്കിൽ ആ അനുഭവത്തിൻ്റെ ഭാഷാതലമാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു ദർശനം പ്രവർത്തിക്കുമ്പോഴാണ് അതിന് സവിശേഷമായിട്ടുള്ള ഒരു സൗന്ദര്യം വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കിങ് ലിയർ എന്ന് പറഞ്ഞ നാടകം എടുക്കുക. കിങ് ലിയർ എന്നുള്ള നാടകം വളരെ പഴയ ഒരു നാടകമാണ്, 500 വർഷം മുമ്പ് എഴുതിയ ഒരു നാടകം. അതിലെ ഭൗതിക സാഹചര്യങ്ങൾ അപ്പാടെ മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൽ വരുന്ന കഥാപാത്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇന്നില്ല. പക്ഷെ അതിൽ ആവിഷ്കരിക്കുന്ന ഇമോഷൻ എന്നുള്ളത് ആ സംഗതിക്ക് അത് ഡേറ്റഡ് ആയിട്ടുള്ള എന്നുള്ളതാണ്. ആ ഇമോഷൻ കൊണ്ട് മാത്രം സാഹിത്യകൃതി ഉണ്ടാവുകയില്ല. അതിൽ ആ ഇമോഷൻ ആവിഷ്കരിക്കാൻ വേണ്ടി ഷേക്സ്പിയർ ഉപയോഗിച്ച പോയട്രിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഡ്രാമാറ്റിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലാംഗ്വേജാണ് അതിനെ നിലനിർത്തുന്നത് വാസ്തവത്തിൽ. ഇപ്പോൾ അച്ഛനും 3 മക്കളുണ്ടെങ്കിൽ ഈ 3 മക്കളെയും അച്ഛൻ വിളിച്ചിട്ട് ആരോടാണ് നിങ്ങൾ ആർക്കാണ് എന്നോട് കൂടുതൽ സ്നേഹം എന്നറിയാൻ വേണ്ടി 3 പേരോടും ചോദിക്കണം എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്നത്. അതാണല്ലോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പം ആദ്യത്തെ 2 മക്കളും പറയുന്നു എനിക്ക് അച്ഛനോട് കടലോളം സ്നേഹമുണ്ട്, ആകാശത്തോളം സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പുകഴ്ത്തുമ്പോൾ അവർക്കൊക്കെ വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കും. രാജാവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകളെ വിളിക്കുമ്പോൾ ഇളയ മകൾ പറയുന്നത് എന്താണ്? ഒരു അച്ഛനോട് മകൾക്ക് എന്ത് സ്നേഹം തോന്നാമോ ആ സ്നേഹമേ എനിക്കുള്ളൂ, അതിൽ കൂടുതലുമില്ല കുറവുമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഒഫൻഡഡ് ആവും കേൾക്കുന്നയാൾ. കാരണം ആദ്യത്തെ 2 മക്കളും പുകഴ്ത്തി, 3-ാമത്തെ ആൾ വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് ഒരുപക്ഷെ വികാരരഹിതമായിട്ട് പറയുന്ന ഈ ഒരു പ്രസ്താവനയാണ് അതിനകത്ത് ട്രാജിക് എലമെൻ്റ് എന്നുള്ളത്. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ട്രാജിക് എലമെൻ്റാണ് ഈ സമകാലികമായിട്ടുള്ളത്. ആ സമകാലികമാകാനുള്ള കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന പോയട്രിയാണ്, അതിൻ്റെ ഭാഷയാണ്. അതേ കാലത്ത് തന്നെ ഇതേ പ്രമേയം ഉപയോഗിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ഷേക്സ്പിയർ ഉപയോഗിച്ച ഒരു പ്രമേയം അദ്ദേഹം ഉണ്ടാക്കിയതല്ല, ഓൾറെഡി ആളുകൾക്ക് അറിയാവുന്ന കഥയാണ് നാടകമായിട്ട് സ്റ്റേജിൽ വരുന്നത്. വേറെ നാടകകൃത്തുകളും അതേ കഥകൾ തന്നെ ഉപയോഗിച്ചിട്ട് നാടകം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ഈ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഹാംലെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഷേക്സ്പിയർ കഥാപാത്രം അല്ലാതെ അന്ന് വളരെ പ്രശസ്തമായിരുന്ന ഒരു കഥാപാത്രം അല്ല, ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കഥാപാത്രമല്ല. അത് വരുന്ന അതിലൊരു ജീവിത ദർശനം കൊണ്ടാണ്. ഈ ദർശനം ഭാഷയുമായിട്ട് നടത്തുന്ന വളരെ മാജിക്കലായിട്ടുള്ള ഒരു വിനിമയമാണ് വാസ്തവത്തിൽ ഒരു ടെക്സ്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ഒരു ചോദ്യം കൂടി അജയ് സാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇപ്പം കഥ ഒരു ഭാവനാദേശമാണെന്ന് നമ്മളെല്ലാവരും എഗ്രി ചെയ്യുന്നു. പലപ്പോഴും കഥാപാത്രം സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എഴുത്തുകാരൻ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. സൽമാൻ റഷീദി മുതൽ തസ്ലീമ നസ്രീൻ, യു ആർ അനന്തമൂർത്തി, കൽബുർഗി വരെയുള്ളവരുടെ എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ബാക്ക്ലാഷും കൂടെ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഒരു പ്രത്യേക മണ്ണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആകുലത ഉണ്ടാവാറുണ്ട്. ഉണ്ടെങ്കിൽ അത് ക്രാഫ്റ്റിൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്? അതായത് ഞാൻ ഇത് പറഞ്ഞാൽ ഇന്ന ആൾക്ക് വിഷമമാകുമോ, ഇന്നവർക്ക് വിഷമമാകുമോ, അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് വരാറുണ്ടോ? ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു ജേർണലിസ്റ്റാണ്. അപ്പം ഞാൻ
ഒരു വാർത്ത എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഐറ്റം ഒരു ന്യൂസ് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ ഞാൻ എഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഇത് പിന്നെ അച്ചടിച്ച് വന്നാൽ ആർക്കെങ്കിലും ഫീലിങ്സ് ഉണ്ടാകുമോ, ഇത് ആരെങ്കിലും ഹർട്ട് ചെയ്യുന്നതാണോ, ഇതിനകത്ത് വസ്തുതാവിരുദ്ധമായ സംഗതികൾ വരുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ആ പണി അങ്ങനെയുള്ളൊരു പണിയാണ്. അതാണ് അതിൻ്റെ നമ്മൾ അത് ആ രീതിയിൽ കൺസ്യൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. പക്ഷേ ലിറ്ററേച്ചർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ എഴുതുന്നതിൻ്റെ പ്ലഷറാണ് അതിനകത്ത് മുഖ്യം എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ സൂസനയുടെ ഗന്ധപ്പുരയായാലും എൻ്റെ മറ്റ് കൃതികളായാലും ഞാൻ എഴുതിയപ്പോൾ എൻ്റെ മുന്നിൽ വായനക്കാരനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് എന്നെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു ലെവലിൽ വളരെ സ്വാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് എഴുതണം എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും താരതമ്യം ചെയ്യാറുള്ളത്, ഒരു പൈസ ഇല്ലാത്ത ഒരാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോലെയാണ്. 5 പൈസ കയ്യിലില്ലാത്ത ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ പണിയെടുക്കുന്ന നിറയെ പൈസ ഉണ്ടാക്കും എന്ന് തീരുമാനിച്ച് പോകുന്നത്, അത് വേറെ ആർക്കും അതിനകത്ത് പങ്കാളിത്തമൊന്നുമില്ല. അയാളുടെ ആഗ്രഹമാണ് എനിക്ക് പൈസക്കാരനാകണം എന്നുള്ളത്. ചിലപ്പോൾ അയാൾക്ക് പൈസക്കാരനായേക്കാം, ചിലപ്പോൾ അയാൾ കൂടുതൽ ദരിദ്രനായേക്കാം അയാളുടെ ശ്രമത്തിൽ. ഇതേ പ്രോസസ്സാണ് വാസ്തവത്തിൽ ക്രിയേറ്റീവ് ലിറ്ററേച്ചറിൽ എന്നെ സംബന്ധിച്ചോളം നടക്കുന്നത്. ഞാനത് എഴുതുമ്പോൾ എനിക്കറിയില്ല ആൾക്കാർ ഇത് വായിക്കുമോ, ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെയില്ല. ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇത് ആരെങ്കിലും ഒഫൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് ആൾക്ക് ഇഷ്ടമാവോ, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്ന് പോലും ആലോചിക്കുന്നില്ല. പക്ഷേ അതൊരു പ്രൊഡക്റ്റായി മാറിക്കഴിയുമ്പോൾ, അതായത് പുസ്തകം എഴുതി അത് അച്ചടിച്ച് ഒരു പുസ്തകമായി വരുമ്പോൾ നമുക്ക് ആകുലത തുടങ്ങും. ഇത് ആളുകൾക്ക് വായിച്ചാൽ ഇഷ്ടമാവുമോ, ആളുകൾ അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, മനുഷ്യന്മാർ ഇത് വായിക്കുന്നില്ലല്ലോ, ആരും പുസ്തകം വിൽക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ട് ഒരാൾ മോശം അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് ഹർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ഒരു കൂതറ നോവലാണ് എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല വ്യക്തിപരമായിട്ട്. പക്ഷെ അത് പറയാനുള്ള അവകാശം വായനക്കാരനുണ്ട്. വായനക്കാരൻ്റെ ആയി അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് വായനക്കാരൻ്റെ ഒരു പൊസഷനായി. ആ വായനക്കാരൻ അതിനെക്കുറിച്ച് എന്തും പറയും. അപ്പോൾ എഴുത്തുകാരന് ബാധ്യതയുണ്ട് മറുപടി പറയാവുന്നതാണെങ്കിൽ മറുപടി പറയണം. നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് ഈ കൾച്ചറലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ആർജവം കൂടി എഴുത്തുകാരന് വേണം. അങ്ങനെ വേണം. പക്ഷേ അത് ചിലപ്പോൾ എഴുത്തുകാരൻ നേരിട്ട് ഉത്തരവാദി ആയിരിക്കില്ല എന്ന് മാത്രം. പക്ഷെ ചോദ്യം വന്നാൽ അത് അഡ്രസ്സ് ചെയ്യാൻ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ കൃതികളൊക്കെ കറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരുമല്ലോ, പറയില്ല ഈ ആ വരി വേണ്ടായിരുന്നു ആ കൃതിയിൽ, ആ വരി ഞങ്ങളെ ഒഫൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എഴുത്തുകാരൻ വലിയ ധർമ്മസങ്കടത്തിലാവും. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ അത് ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. പക്ഷെ അത് ഫേസ് ചെയ്യൽ ഒട്ടും സുഖമുള്ള കാര്യമല്ല. ഞാൻ എഴുതിയ പുസ്തകം മോശമാണെന്ന് എന്നോടൊരാൾ വന്ന് പറയുമ്പോൾ എനിക്ക് അത് വിമർശനങ്ങൾ സ്വീകരിച്ച് ഉൾക്കൊള്ളണമെന്നൊക്കെ പറയുന്നത് എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ മുഖത്ത് നോക്കി ഞാൻ മോശമെന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ, പ്രശംസിച്ചോളൂ കേൾക്കാൻ രസമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. താങ്ക് യു. ശ്രീ വിജയ് ജെയിംസ്, ഇതേ ചോദ്യം തന്നെ. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അതൊരു ആകുലത വരുന്നുണ്ട്, പ്രത്യേകിച്ച് നിരീശ്വരനിലേക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് ക്രാഫ്റ്റിൽ? അല്ല, നിരീശ്വരം വായിക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ അകത്ത് ഒഫൻഡഡ് ആകാനുള്ള രണ്ട് വശത്തും ഉള്ളവർക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരൻ നേരിട്ടൊരു ആക്ടിവിസ്റ്റിനെ പോലെ എതിർക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്. എഴുത്തുകാരനെ ആത്യന്തികമായിട്ട് ഞാനെന്ന എഴുത്തുകാരൻ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വ്യക്തിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏത് മാറ്റം വേണമെങ്കിലും ഇറങ്ങിച്ചെന്ന് നമ്മൾ ആക്ടിവിസം നടത്തുന്നതിനേക്കാൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് എപ്പോഴും നല്ലതായിട്ട്. അതാണ് പുറത്തേക്ക് പ്രതിഫലിക്കുക, വ്യക്തിയിൽ നിന്നാണ് പ്രതിഫലിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പം നിരീശ്വരനെ പറഞ്ഞതുകൊണ്ട് പറയാം, അവിടെ വിശ്വാസികളുടെ അവിടെ നിന്നുകൊണ്ട് അവരുടെ ന്യായങ്ങളും പറയുന്നുണ്ട്, അവിശ്വാസികളുടെ കൂടെ നിന്ന് അവരുടെ ന്യായങ്ങളും, അവർക്ക് പറയാനുള്ള എല്ലാ ന്യായങ്ങളും പറഞ്ഞിട്ട് ഇതിന് രണ്ടിനും മീതെ നിന്നുള്ള ഒരു നോട്ടത്തിനാണ് ശ്രമിക്കുന്നത്. നമുക്കൊരു സമൂഹത്തെ ഏത് കാലത്തെടുത്താലും നല്ലവർ മാത്രമുള്ള ഒരു സമൂഹം ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇന്നും ഇല്ല, ഇനി നാളെയും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം മൊത്തത്തിൽ ഇതിനെ ഉൾക്കൊണ്ട ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും കൂടെ ചേർന്നാൽ മാത്രം ഉണ്ടാകുന്ന ഒരു ബാലൻസ് ഈ പ്രകൃതിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മീതെ നിന്നുകൊണ്ടുള്ള ഒരു നോട്ടം, അതിൽ നമുക്ക് എഴുത്തുകാരൻ എന്ത് നൽകുവാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് വ്യക്തിയാണ് ഞാൻ നോക്കുന്നത്, സമൂഹത്തെ. പക്ഷേ ഈ വ്യക്തിയിലുള്ള മാറ്റം സമൂഹത്തിൽ ഓട്ടോമാറ്റിക്കലി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സർ. ശ്രീ സന്തോഷ് കുമാർ, സെയിം ചോദ്യം. ഇതിനെ നമുക്കൊന്ന് വികസിപ്പിച്ച രാഷ്ട്രീയ ശരികളുടെ കാലമായിരിക്കും. രാഷ്ട്രീയ ശരികൾ വെച്ചിട്ടാണ് നമ്മൾ 50-60കളിലെ സാഹിത്യം മുഴുവൻ ചർച്ച, കേരളത്തിലെ മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ ചർച്ച മുഴുവൻ അങ്ങനെയായിരുന്നു. അതൊക്കെ വിട്ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സമീപകാലത്ത് വീണ്ടും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കഥാപാത്രത്തെ നമ്മൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഈ എഴുത്തുകാരെ എടുക്കണം എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് മീശയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മീശയിൽ ഒരു കഥാപാത്രം എന്തെങ്കിലും പറഞ്ഞതിന് അതിന് മാത്രം എഴുത്തുകാരനെ ബഹളം വെക്കാനും ആ പറയുന്നതിൽ കാര്യമില്ല. പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത സമൂഹവും കാലമാണ് എല്ലാ കാലത്തും ഉള്ളത്. അത് ഇന്നത്തെ പൊളിറ്റിക്കൽ ശരികളല്ല. ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമുക്ക് പ്രതീക്ഷിക്കുന്ന മാർക്സിൻ്റെ
കൃതികൾ ഇപ്പോൾ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ പൊളിറ്റിക്കലി ഇന്നത്തെ രീതിയിൽ കറക്റ്റ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നീഗ്രോ എന്നൊക്കെ പദങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാക്കായി, സൗത്ത് ആഫ്രിക്കൻ, അങ്ങനെ. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് പതുക്കെ പതുക്കെ വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം എഴുത്തുകാരെ എത്തിപ്പിടിക്കാൻ പോയിട്ട് കാര്യമില്ല. അത് അവരുടെ ഉത്തരവാദിത്തമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. സമൂഹം ശരിയായി വരുമ്പോൾ കാര്യങ്ങൾ വരും. ഈ സമൂഹത്തിലുള്ള എല്ലാ കേടുപാടുകളും എഴുത്തിലും എഴുത്തുകാരിലും ഉണ്ടാവുന്ന എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ എന്തോ ഒരു പ്രോബ്ലം ഇതിങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ട്. നല്ലതാണ് തീർച്ചയായിട്ടും അത് പറയുന്ന ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് സെൻസറിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഭരണാധികാരികൾ പറയുന്ന സെൻസറിനേക്കാൾ കൂടുതൽ സെൽഫായിട്ടുള്ളൊരു സെൻസറിങ്ങിനുള്ള ഒരു അപകടം ഇതിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. എഴുത്തുകാരെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ അവരുടെ പണിക്ക് വിടുക, പിന്നീട് അത് നമുക്ക് തിരുത്താം. അതിനെപ്പറ്റി ബഹളം ഉണ്ടാക്കണതിൽ കാര്യമില്ല. പിന്നെ അജയ് പറഞ്ഞ ഒരു കാര്യം കൂടി, ഈ സ്തുതി എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. ഈ സ്തുതിക്കും നിന്ദയ്ക്കും അതൊക്കെ ക്ഷണിക്കാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറേ സ്തുതിച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് മടുക്കണ പോലെ തന്നെ വിമർശനം കുറച്ച് കഴിഞ്ഞാൽ വേദന പോവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. താങ്ക് യു സർ. നമ്മുടെ സമയപരിധി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓഡിയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് പേരും ചോദ്യവുമായിട്ട് ഏറ്റവും ചുരുക്കി ചോദിച്ചാൽ കുറച്ചധികം പേർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. സർ, പേര്, ഏറ്റവും ചുരുക്കി ചോദ്യം. എൻ്റെ പേര് ശങ്കർ. അപ്പോൾ എൻ്റെ ചോദ്യം അനുഭവങ്ങളും ഈ നമ്മുടെ ബുദ്ധിതലത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അനുഭവം, ഇപ്പോൾ ഞാൻ കുറേ ബംഗാളി നോവൽസൊക്കെ വായിക്കുന്നത്. സാർ ഇപ്പോൾ എഴുതിയ കൽക്കത്ത തപോമയുടെ അച്ഛനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1971 പാർട്ടീഷൻ അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് നോവലും കഥകളും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു, ശരിയല്ലേ? അതുപോലെ ഈ ഫാമിൻ, ആ ദാരിദ്ര്യം, അതൊക്കെ ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ആ അനുഭവം വന്നിരുന്നെങ്കിൽ നമ്മളത് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ഒരു താതാത്മ്യം നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലാസ്റ്റിംഗ് ആയ എല്ലാ വർക്കുകളും ഏതെങ്കിലും ഒരു കാലത്തെ അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇമാജിനറി, അപ്പോൾ ഹാരി പോട്ടർ പുസ്തകം അത് പ്യുവർലി ഇമാജിനേറ്ററി ആണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്നെ വ്യക്തിപരമായി സ്പർശിക്കുന്നത് യഥാർത്ഥ അനുഭവങ്ങൾ കൊണ്ടുള്ള ഇതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അനുഭവങ്ങളല്ലേ, അല്ലെങ്കിൽ നമ്മളെ തന്നെ അനുഭവങ്ങളാവണമെന്നില്ല. അപ്പോൾ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നതാണ് എൻ്റെ ചോദ്യം. അവസാനം പറഞ്ഞത് നമ്മുടെ തന്നെ അനുഭവങ്ങളല്ല എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ അതൊരു ആത്മകഥയായിട്ട് മാറില്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അത് അനുഭവങ്ങളിൽ പല അനുഭവങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് സാഹിത്യം എഴുതുക. ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാവുന്നില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പല അനുഭവങ്ങൾ, ഒരു രസം വെച്ച് കഴിഞ്ഞാൽ മഴ. ഇപ്പോൾ അജയുടെ പുസ്തകത്തിൽ എപ്പോഴും ചെറിയ ഈ 40-ാം നമ്പർ മഴ പോലെയുള്ള മഴകൾ, ഇടുക്കിയിലെ മഴകൾ. ഇപ്പോൾ നമ്മുടെ ഈ തപോമയുടെ അച്ഛനിൽ മഴയുണ്ടെന്ന് പറയും. പക്ഷെ മഴ നമുക്കൊരു നൊസ്റ്റാൾജി ആയിട്ട് വരും. ഇപ്പോൾ ഈ ശിഹാബുദ്ദീൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ഇത്തങ്കടവിൻ്റെ ഒരു ഇതിൽ എഴുതിയിട്ട്, മഴ മലയാളിക്ക് വലിയ ഗൃഹാതുരത്വമാണ്. പക്ഷേ എൻ്റെ അനുഭവം അതല്ല. ചോർന്നൊലിക്കുന്നൊരു വീട്ടിൽ ജനിച്ചവന് മഴ ഗൃഹാതുരത്തല്ല എന്നാണ്. അനുഭവം വ്യത്യാസമുണ്ട്, അതേ. വേഗം അടുത്ത ചോദ്യത്തിലേക്ക്. എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചിന്ത തിരിച്ചുള്ള അതിനോട് റെസ്പോൺസ് കിട്ടാനാണ്. ഒരു എഴുത്തുകാരൻ ഒരു യഥാർത്ഥ മണ്ണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വ്യവഹാരത്തിലൂടെ? ചോദ്യം 3 ഫ്രീ ചോയ്സ് ആണ്, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. യഥാർത്ഥ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു മണ്ണിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അല്ല, അത് അല്ല, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇപ്പോൾ എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്ത ഒരു പുസ്തകത്തിൽ ക്രിയേറ്റ് ചെയ്ത അതേ മണ്ണിനെ അതേപോലെ നിങ്ങൾക്ക് എവിടെ തേടിയാലും കിട്ടില്ല. അത് പലതിൻ്റെ മിക്സറായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തുകാരൻ്റെ ഉള്ളിലുമുണ്ട് ഒരു മണ്ണെന്ന് പറയും. നമ്മൾ പുറമേ കാണുന്നത് മാത്രമല്ല. അപ്പം മറ്റു പലരുടെയും അനുഭവങ്ങൾ ചേർന്നുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു മണ്ണുണ്ട്. ഇപ്പം അനുഭവത്തിലൂടെ മാത്രമേ ഒരു കൃതി എഴുതാൻ പറ്റത്തുള്ളെങ്കിൽ എനിക്ക് ചോരശാസ്ത്രം എഴുതാൻ പറ്റുമായിരുന്നില്ല. കാരണം കള്ളൻ്റെ കഥയാണ്. അപ്പം ഞാനൊരു ഒരു കള്ളൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ അനുഭവിച്ചാൽ കക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ എനിക്ക് ചോരശാസ്ത്രം എഴുതാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു കള്ളനിലേക്ക് പരകായ പ്രവേശം നടത്താൻ പറ്റും. അതാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വൃത്തികെട്ട മനുഷ്യനെ എനിക്ക് എഴുതേണ്ടി വരും. അവനിലേക്ക് എനിക്ക് പരകായ പ്രവേശം നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ നല്ലൊരു എഴുത്തുകാരനായി മാറാനായിട്ട് പറ്റുള്ളൂ. അപ്പം സത്യസന്ധമായ ഒരു അനുഭവം മാത്രമല്ല. നമ്മൾ ജലമുണ്ടാകും, 2:2 + O2 = 2:2 എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് 2:2 എന്ന് പറഞ്ഞ അനുഭവമാണ്, മറ്റൊരു ഭാവനയാണെന്ന് വിചാരിക്കട്ടെ. പക്ഷേ അനുഭവവും ഭാവനയും കൂടി ഇട്ട് കൂട്ടിക്കുഴച്ചാലും നമുക്ക് വെള്ളം കിട്ടത്തില്ല. അതിനോട് ചേരേണ്ട പല സാധനങ്ങളും ഉണ്ട്. അതിന് വേണ്ട പ്രത്യേക മർദ്ദങ്ങൾ, എല്ലാ അന്തരീക്ഷവും കൂടെ ചേരുമ്പോൾ മാത്രമേ അത് ജലമായി മാറുകയുള്ളൂ. ഇതാണ് എഴുത്തിലും സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. സമയപരിധി കൊണ്ട് അധികം ചോദ്യത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. നമുക്ക് ചുരുക്കി പറയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഇവരുടെ 3 പേരുടെയും കഥയിലെ മണ്ണ് എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതയാണ്. ആ നിഗൂഢ ലിപിയെ തുറക്കാനുള്ള ശ്രമമാണ് 3 പേരും നടത്തുന്നതെന്ന് ചുരുക്കി പറയാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്.
And thank you so much for being such a responsible and responsive audience. And have a great evening ahead.